ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മൊബാസ് സീൻചോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ മഴ തോരും മുമ്പേ പരമ്പരയുടെ നാളത്തെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടാലോ? നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നാളത്തെ മഴ തോരും മുമ്പേ പരമ്പരയുടെ പുതിയ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ പുതിയ സർവന്റായ സുനിത ആ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി നമ്മുടെ വൈജയന്തി എല്ലാരും ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കണേ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാരും ഇരുന്ന് രോഹിത്തും നമ്മുടെ ബാലചന്ദ്രനും ആ, നമ്മുടെ കൃഷ്ണമോളും പവിതയും ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ വൈജയന്തി ഇരുന്നു. അപ്പൊ ആ സമയം വൈജയന്തി പറഞ്ഞു, സുനിത ഇനിയിപ്പൊ നീ വായും പൊളിച്ച് നിൽക്കണ്ട, നീ ഇരിക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ സുനിത ഫുഡ് വിളമ്പാൻ വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു വൈജയുടെ അടുത്ത്, അതെ നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നീ പൈസ കൊടുത്ത ഒരു സർവന്റിനെ നിർത്തിയിരിക്കണം. അവരുണ്ടാക്കി തരുന്ന ഫുഡ് എനിക്ക് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോ ബബിതയുടെ അടുത്തും കൃഷ്ണയുടെ അടുത്തും ചോദിച്ചു, അല്ല മോളെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലച്ചാ, ഞങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോയപ്പോ അമ്മ സമ്മതിക്കില്ല, അങ്ങനെയല്ലേ പുതിയ ഇറക്കുമതിനെ കൊണ്ടുവന്നിക്കണേന്ന് കൃഷ്ണ പറഞ്ഞു കേട്ടോ. അപ്പോ പറഞ്ഞു ഇനി മുതൽ എനിക്ക് ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി തന്നാ മതി എന്ന് പറയണ. അപ്പോ വൈജയ്ക്ക് പെട്ടെന്ന് മോത്തടിയേറ്റണം കൈപ്പ്. അല്ല ബബിത ചോദിച്ചു, അല്ല വൈജയന്തി ചോദിച്ചു, അതിന് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ ബാലചന്ദ്ര, അവരെന്തിനാ അടുക്കളയിൽ കയറ്റി അവരുടെ വിലപ്പെട്ട സമയം കളയണത്? അതെ നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്തും അലീന ഇവിടെ ഇല്ലാതിരുന്ന സമയത്തും ഈ പറഞ്ഞ എന്റെ മക്കള് തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയതും അവരെ പഠിത്തവും കാര്യങ്ങളൊക്കെ അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ നീ ഒരു സർവന്റിനെ കൊണ്ടുവന്നെന്നും പറഞ്ഞ് അവരെ പഠനത്തിനൊന്നും യാതൊരു കുഴപ്പവും വരാൻ പോണില്ല. അത് മാത്രമല്ല എനിക്ക് എന്റെ മക്കൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. വൈജയന്തിക്ക് വല്ലാത്തൊരടിയായിപ്പോയി. ബാലചന്ദ്ര ഈ എടുക്കുന്ന തീരുമാനം നല്ലതിനല്ല എന്ന് പറഞ്ഞു. ഞാൻ എടുക്കുന്ന തീരുമാനം നല്ലതേ ആവുള്ളൂ എന്ന് ബാലചന്ദ്രനും പറഞ്ഞു. എന്നിട്ട് ബാലചന്ദ്രൻ ബബിതയുടെ അടുത്ത് ചോദിച്ചു, അല്ല മോളെ നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ടച്ചാന്ന് പറഞ്ഞു. എന്നാൽ അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബബിതയും കൃഷ്ണയും കൂടെ ചെന്നിട്ട് ആ ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അത് കൊടുക്കേണ്. അങ്ങനെ ബാലചന്ദ്രൻ അത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ആകെ വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. കാരണം വേലക്കാരിയുടെയും മക്കളുടെയും മുന്നിൽ വൈജയന്തിക്ക് ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. ആകെ എന്ത് ചെയ്യാനാ, തനിക്ക് ഒരു പേപ്പർ കഷ്ണത്തിന്റെ വില പോലും ബാലചന്ദ്രൻ തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മുടെ കൃഷ്ണമോളും ബബിതയും പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് പോയി സിങ്കി കൊണ്ട് വെച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ആ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വൈജയന്തി അങ്ങോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, എടി നീയും നിന്റെയൊക്കെ അച്ഛനും കൂടെ ചേർന്നിട്ടെ എന്നെ താഴ്ത്തി കെട്ടാന്നുള്ള ഒരു വിചാരം ഉണ്ടല്ലോ, അത് ഒരിക്കലും നടക്കണില്ല. ഈ വീട്ടിലെ എനിക്ക് നിലയും വിലയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് ഞങ്ങൾ എന്ത് ചെയ്തു അമ്മയെന്ന് കൃഷ്ണ ചോദിച്ചു. നീയൊക്കെ എന്ത് ചെയ്തു? അച്ഛൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എരിച്ച് കേറ്റിയിട്ട് നീയൊക്കെ അല്ലേ ബാലേന്ദ്രനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി പറയണമെന്ന് ബബിത പറഞ്ഞു. ബബിതയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാ. എടി നീയൊക്കെ അതിന് മാത്രം കിടന്ന് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെയൊക്കെ 10 മാസം പ്രസവിക്കാൻ അറിയാന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താനും ഈ വൈജയന്തിക്ക് അറിയാടി എന്ന് വൈജയന്തി പറയാണ്. അപ്പം കൃഷ്ണമ്മോട് പറഞ്ഞു, ഇത് കൊള്ളാം, അമ്മ ഞങ്ങളുടെ അടുത്ത് എന്തിനാ ഇത്രയും ചൂടാവണേ? ഞങ്ങൾ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ ഇത് കേട്ട സമയത്ത് നമ്മുടെ രോഹിത് അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും രോഹിത് അടുക്കളയിൽ എന്തൊക്കെ ചെയ്യായിരുന്നു. അപ്പം വൈജയന്തി, കണ്ടില്ലേ എടാ നിനക്ക് നാണം ഉണ്ടോടാ? ഒരു പ്രായപൂർത്തിയാക്കിയ മനുഷ്യനാ എന്നിട്ട് പെണ്ണുങ്ങളെ പോലെ അടുക്കളയിൽ കിടന്ന് വരവണു. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെയൊക്കെ ചെലവില് ഞാൻ ഏതെങ്കിലും സമയത്ത് ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിന്റെയൊക്കെ ചെലവില് കഴിയേണ്ടി വരണമെങ്കിൽ ഞാൻ അത് അന്നേരം അനുസരിക്കാം. പക്ഷെ ഇവിടെ ഈ വൈജയന്തിയുടെ തീരുമാനങ്ങളായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനി നിനക്കൊക്കെ എന്തെങ്കിലും മാറ്റം അതിന് വരുത്താനുണ്ടെങ്കിൽ അത് ഇപ്പോഴേ മനസ്സിൽ നിന്ന് മാറ്റിക്കുമെന്ന് പറഞ്ഞു വൈജയന്തി ഭയങ്കര ചൂടങ്ങാവേണ് കേട്ടോ. കൃഷ്ണമോളും കവിതയും പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. കാരണം 100-ൽ 100 വൈജയന്തി നിൽക്കുന്നത്. കാര്യം ആ സർവന്റിനെ ഉണ്ടാക്കുന്ന ഫുഡ് ഈ വീട്ടിൽ വേണ്ട എന്നുള്ള രീതിയിൽ വൈജയന്തിക്ക് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ മക്കൾക്കും എനിക്കും ഉള്ള ഭക്ഷണം എൻ്റെ മക്കൾ ഉണ്ടാക്കിക്കോളും എന്നുള്ളത് ബാലേന്ദ്രൻ പറഞ്ഞല്ലോ. അങ്ങനെ അതിനുശേഷം വൈജയന്തി ബാലേന്ദ്രനെ കാണാൻ പോവേണ്. അതെ എനിക്ക് ഈ വീട്ടിൽ നിങ്ങൾ ഒരു വിലയും തന്നിട്ടില്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എനിക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമില്ല. അപ്പൊ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ എൻ്റെ മനസ്സിൽ ഒരു ഇള്ളോളം പോലും സ്ഥാനം നിനക്ക് ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ വൈജയന്തി പെട്ടെന്ന് മുഖം അങ്ങ് ഇതായി പോയി.
കേട്ടോ. അപ്പൊ ഞാൻ ബാലചന്ദ്രന്റെ ആരും അല്ലെന്നാണോ പറയണേ? നീ ആരും അല്ലെന്നാ ആരും അല്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ഇനി അഥവാ ആരെങ്കിലുമൊക്കെ ആക്കണമെന്നുള്ള തീരുമാനം എടുക്കണമെങ്കിൽ അപ്പം നിന്നെ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. അതെ, നിന്റെ അധികാരം നിന്റെ രീതിയിൽ കാണിച്ചാൽ മതി, എൻ്റെ അടുത്ത് എൻ്റെ മക്കളുടെ അടുത്ത് കാണിക്കാൻ നിൽക്കണ്ട എന്നുള്ളത് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങ് കയറിപ്പോവാണ്. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം വെച്ചാൽ മക്കളുടെ മുന്നിൽ പോലും വൈജയന്തിക്ക് ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥയായി പോയി. കാരണം എന്ന് വെച്ചാൽ ഒന്നിനും ഒരു കാര്യം പറഞ്ഞിരുന്നാൽ പോലും മക്കള് പോലും അത് അംഗീകരിക്കണില്ല. ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായി പോയി വൈജയന്തിക്ക്. ഇനി എന്ത് ചെയ്യും? വല്ലാണ്ട് മാനസികമായിട്ട് വൈജയന്തി തളർന്നു പോകുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അലീനയാണ്. അപ്പൊ നമ്മുടെ അലീന റൂമിലൊക്കെ നിന്നിട്ട് അതിനുശേഷം അടുക്കളയിലോട്ട് ചെല്ലുകയാണ്. സ്റ്റാൻലി റൂമിലാണ്. അലീന അടുക്കളയിലൊക്കെ ചെന്നപ്പോൾ പൗലോസ് തകൃതിയായിട്ട് അവിടെ പണി നടക്കുക. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കുറേ പച്ചക്കറികളൊക്കെ ചീഞ്ഞ് ഇങ്ങനെ മാറ്റി കുറേ ഇട്ടേക്കുന്നു. പിന്നെ കുറേ ഫുഡ് വേസ്റ്റ് ആയി വന്നത് ഒരു പാത്രത്തിലോട്ട് അത് മാറ്റി ഇട്ടേക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം അലീന വളർന്ന സാഹചര്യങ്ങളും അതുമൊക്കെ അനുസരിച്ച് നോക്കണമെങ്കിൽ അലീനയ്ക്ക് നല്ല ഭക്ഷണം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അഥവാ ഒരു കല്യാണം എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെയും ഒന്ന് കേടായ ഭക്ഷണമാണ് അവർ ആ അനാഥാലയത്തിൽ കൊണ്ടുവന്നിട്ട്, അതാണെങ്കിൽ കൂടിയും അവരത് അത്രയും വിലയേറിയ ആഹാരമായിട്ടാണ് അവരത് കഴിക്കണത്. അപ്പം ആഹാരത്തിന്റെ വില എന്താണെന്ന് അലീന മനസ്സിലാക്കിയ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഒരു ഇച്ചിരി ആഹാരം പോലും കളയണത് അലീനയ്ക്ക് ഒട്ടും കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അലീന പൗലോസിനോട് ചോദിച്ചു, എന്തിനാ പൗലോസേട്ടാ ഇത്രയും ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കി കളയണേ? അപ്പം പൗലോസ് അലീനയുടെ മുഖത്തോട്ട് നോക്കിയാണ്. അതേ കുഞ്ഞെ, ഈ അടുക്കള കാര്യങ്ങളിലൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇവിടെ എന്നെ ആരും ചോദ്യം ചെയ്യാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയണ. അത് മനസ്സിലായി. എനിക്ക് പൗലോസ് ഏട്ടന്റെ സാമ്രാജ്യത്തിലോട്ട് ചോദ്യം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഭക്ഷണം അതിനൊരു വിലയുണ്ട്. ഭക്ഷണം പാഴാക്കുന്ന രീതിയിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ അലീന കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ. പൗലോസിന് എന്തോ പോലെ ആയിപ്പോവേണ്. അപ്പം പൗലോസ് നേരെ ചെന്നിട്ട് സ്റ്റാൻലിയോട് ചെന്നിട്ട് പറയണ, സാബേ, ഞാൻ ഇന്ന് വരെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സാറ് ഒരു അഭിപ്രായമോ കുറ്റമോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ദേ ആ കുഞ്ഞ് വന്നിട്ട് പറയണു ഫുഡ് എന്തിനാ വേസ്റ്റ് ആക്കണേ, പച്ചക്കറി എന്തിനാ കളയണേ, അങ്ങനെ 100 ചോദ്യങ്ങൾ. എനിക്ക് ഇതിനൊന്നും മറുപടി പറയാൻ എനിക്കറിയില്ല. കുറച്ച് ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ വേസ്റ്റ് വരും സാർ, അത് എങ്ങനെയായാലും നമുക്ക് ഇപ്പം കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പൗലൂസ് സ്റ്റാൻലിയോട് പറയണ. അലീന എന്തെന്ന് ചോദിക്കും. അപ്പൊ പൗലൂസ് പറയാം അവിടെ ഉണ്ടെന്ന് പറയാം, ഞാൻ വിളിക്കണമെന്ന് പറയാൻ പറയാം. അങ്ങനെ നമ്മുടെ അലീന സ്റ്റാൻലിയുടെ അടുത്ത് വരെയാണ്. സ്റ്റാൻലിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് സ്റ്റാൻലിയുടെ അടുത്ത് വന്നപ്പോ സ്റ്റാൻലി ചോദിച്ചു, അല്ല നീ അടുക്കളയിൽ എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിച്ചു. ഒന്നുമില്ല പപ്പ, ഫുഡ് ഒരുപാട് വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്, പച്ചക്കറികളും കുറേ ചീഞ്ഞഴിച്ച് കളയുന്നുണ്ട്. ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചാൽ പോലെ എന്തിനാ ഇത്രയും പാഴാക്കി കളയണത്? ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞാൻ ഒരുപാട് ദേ അലീന, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വളർന്ന രീതിയും നീ വളർന്ന സാഹചര്യവും നീ കഴിച്ച ഭക്ഷണവും ഇതിന്റെ കണക്കും കാര്യങ്ങളൊന്നും ഈ സ്റ്റാൻലി ജോസഫിന് കേൾക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഫുഡ് വേസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ പച്ചക്കറി ചീഞ്ഞു പോയാലോ അത് എന്റെ പണമല്ലേ, അത് പൊക്കോട്ടെ, അതിൽ നീ ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇനി മേലാൽ അടുക്കള കാര്യങ്ങളിൽ നീ ഇടപെടരുത് എന്ന് പറഞ്ഞു. അലീനയ്ക്ക് മുഖത്തടിയേറ്റതുപോലെ ആയി പോവാണ്. അപ്പൊ അലീന ഒരു വാക്ക് പറഞ്ഞു, പപ്പ, ഇതുപോലെ ഭക്ഷണവും ആഹാരവും ഒക്കെ വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കളയണത് കണ്ട എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഭക്ഷണത്തിന്റെ വില അറിഞ്ഞ് വളർന്നവളാ ഞാനെന്ന് ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് അലീന നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അവതക്കുട്ടിച്ചായൻ പറയണം. അപ്പൊ പൗലോസിന് ഒരു സന്തോഷമൊക്കെ ആയി. സാബ് ഒരു വഴക്ക് കൊടുത്തല്ലോ, അവളെ എന്നെ ഭരിക്കാൻ വന്നു എന്ന രീതിയിൽ. അങ്ങനെയൊക്കെ നമ്മുടെ അവതക്കുട്ടിച്ചായൻ വരെയാണ്. അവതക്കുട്ടിച്ചായൻ വന്നപ്പോഴത്തേക്ക് എന്താടാ ഇവിടെ പ്രശ്നം? അപ്പച്ചാ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ദേഷ്യം വന്നു. എവൾ എന്നെ ഓരോ കാര്യത്തിൽ ഇറിറ്റേറ്റ് ചെയ്യണു. ഇപ്പൊ ദേ കിച്ചണിലെ കാര്യങ്ങളൊക്കെ പൗലോസ് അല്ലേ നോക്കണത്, എവളെന്തിനാ കിച്ചണിൽ കയറണത്? അവക്ക് ടിവിയോ എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്നാ പോരെ, ഈ അടുക്കള കാര്യങ്ങളിലൊക്കെ എവളെന്തിനാ ഇടപെടണെന്ന് പറഞ്ഞുകൊണ്ട് അവതക്കുട്ടിച്ചായന്റെ അടുത്ത് കിടന്ന് ചാടേന് സ്റ്റാൻലി. എടാ, അവള് അടുക്കള പണിയൊക്കെ ചെയ്ത് ജീവിച്ച ഒരു പെൺകുട്ടിയല്ലേ. അത് എന്റെ വീട്ടിൽ എന്റെ അടുക്കളയിൽ ഭക്ഷണം വേസ്റ്റ് വരും അല്ലെങ്കിൽ കളയെ എന്തെങ്കിലും ചെയ്യും, അത് എന്റെ പണമല്ലേ, അവള് ചോദ്യം ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാണ് സ്റ്റാൻലിയുടെ ചോദ്യം. അവധക്കുട്ടിച്ചായൻ പറഞ്ഞു, ആ പറഞ്ഞതിനോട് ഞാൻ അവളെ പക്ഷത്താ. കാരണം എന്താന്ന് വെച്ചാൽ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതൊക്കെ ഇച്ചിരി കണ്ടും കേട്ടും അറിഞ്ഞ് പാകത്തിന് അങ്ങോട്ട് ഉണ്ടാക്കിയ പോരെയെന്ന് അവധക്കുട്ടിച്ചായനും പറയണ്. അവള് പറഞ്ഞത് ശരിയാണ്, പിന്നെ അവള് ഇതിലൊന്നും ഇടപെടണ്ട, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവധക്കുട്ടിച്ചായൻ നേരെ അലീനയുടെ റൂമിൽ ചെല്ലുകയാണ്. അങ്ങനെ അലീന എടുത്ത് പറഞ്ഞു, അതെ മോളെന്താ മുഖം വാടിയിരിക്കണേ, അടുക്കള കാര്യങ്ങളിലൊന്നും മോൾ ഇടപെടണ്ട, അതൊന്നും സ്റ്റാൻലിക്ക് ഇഷ്ടമല്ല. അവൻ പരാതിയായിട്ട് ചെന്ന് മോളെ വിളിപ്പിച്ച് ഇപ്പൊ അവൻ ദേഷ്യപ്പെട്ടു അല്ലേ.
പപ്പയ്ക്ക് എന്റെ രീതികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല വല്യപ്പച്ച. എന്തോ പോലെ. എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു അനാഥയായിട്ട് വളർന്ന പെണ്ണാ. എനിക്കിതൊക്കെ കണ്ടാലും കേട്ടാലും ഞാൻ എങ്ങനെയാ പറയാണ്ടിരിക്കണെ? ഞാൻ പറഞ്ഞു പോവും എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പൊ ഈ സമയത്ത് അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, മോളെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഒന്ന് സമാധാനപ്പെട്. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്കൊരു അടുക്കും ചിട്ടയിലും ഒക്കെ വരുത്തേണ്ട കാര്യം ഉടനെ തന്നെ ഉണ്ട്. പക്ഷെ അത് ഇപ്പൊ തന്നെ വേണ്ട. ഓരോന്ന് ആദ്യം അവനെ ഒന്ന് മയക്കി ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നേ. അതിന് ശേഷമേ ഈ കളിയൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണേ. അത് കേട്ടപ്പോ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ആദ്യം പപ്പയെ ഒന്ന് കയ്യിലാക്കി എടുക്കണം. അതല്ലാണ്ട് ഒരു രക്ഷയില്ല. കാരണം ആ സ്റ്റാൻലിയുടെ ലാലിച്ചന്റെ സ്വഭാവം ഇതാണ് എന്നുള്ളത് അവതക്കുട്ടിച്ചായൻ പലപ്പോഴായിട്ട് അലീനയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീന ഓക്കെ പാപ്പച്ച ഞാൻ ഇനി അതനുസരിച്ച് നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു. അപ്പൊ അലീന വന്നില്ല. അപ്പൊ സ്റ്റാൻലി ആന്റപ്പനോട് പറഞ്ഞു, അലീന എവിടെയെന്ന് ചോദിച്ചു. കൊച്ചു റൂമിലാണെന്ന് തോന്നുന്നു സാബേന്ന് പറഞ്ഞു. പോയി വിളിക്കൂ, ഞാൻ വിളിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ആന്റപ്പൻ ചെന്ന് വിളിച്ചപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് വന്ന് ആന്റപ്പൻ സ്റ്റാൻലിയോട് പറയണേ. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, ഭക്ഷണം വേണ്ടെന്നോ? ഞാൻ വിളിക്കണു എന്ന് അവളോട് പറഞ്ഞില്ലേ? അപ്പം ആന്റപ്പൻ പറഞ്ഞു, പറഞ്ഞു സാബ്. അപ്പോ ഒന്നും കൂടെ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചെന്ന് ആന്റപ്പൻ പറയണ. ആ സമയം നമ്മുടെ അലീന എഴുന്നേറ്റ് പറയണ. അപ്പം ചോദിച്ചു, എന്തേ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നിനക്ക് വരാൻ ബുദ്ധിമുട്ട് അലീന? സ്റ്റാൻലി ചോദിക്കുകയാണ്. പാപ്പ എനിക്കിപ്പോ ഫുഡ് വേണ്ട, ഭക്ഷണം ഞാൻ ആവശ്യമുള്ളപ്പം കഴിച്ചോളാന്ന് പറഞ്ഞു. ഓ, ഞാൻ ഉച്ചയ്ക്ക് വഴക്ക് പറഞ്ഞതിന്റെ ആണോ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. ഒന്നുമില്ല പാപ്പ, അതൊന്നുമല്ല, എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പം വിശപ്പില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മോളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. അതിനൊക്കെ ഓരോരുത്തരെ ഓരോ രീതിയിൽ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ അലീന പറഞ്ഞു, പപ്പ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ഭക്ഷണം വേസ്റ്റ് ചെയ്ത് കളയണത് എനിക്ക് പറ്റില്ല പപ്പ. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, ഞാൻ പ്രതികരിക്കും എന്ന് പറയണ. സ്റ്റാൻലിക്ക് വീണ്ടും ദേഷ്യം പറയണ. ഒടുവില് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അതിന്റെ ഇടയിൽ ഇടപെട്ടിട്ട് ഔതക്കുട്ടിച്ചായൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന രീതിയിൽ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് പോവേണ്. അപ്പൊ ഈ സമയം അലീന കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് പോവേണ് കേട്ടോ. ഈ സമയം നമ്മുടെ മനു വിളിക്കുന്നുണ്ട്. മനു വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അലീന അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും വല്യപ്പച്ചനെ ഞാൻ കയ്യിലെടുത്തു. കാരണം വല്യമ്മച്ചി എന്നെ പോലെയാണ് ഇരിക്കണേന്ന് പറഞ്ഞു. ചിന്നമ്മ എന്നാ പേര്, എന്റെ അതേ നടത്തയും സ്വഭാവവും വർത്തമാനവും എന്റെ നിറവും എന്റെ പൊക്കവും ഒക്കെ എന്നെ പോലെ തന്നെ. ചട്ടയും മുണ്ടും മാത്രമാണെന്നേ ഉള്ളൂ. നീ ചുരിദാറെങ്കിൽ അവള് ചട്ടയും മുണ്ടും. അതുകൊണ്ട് വല്യപ്പച്ചൻ ചിന്നമ്മ എന്നുള്ളൊരു ഇത് തന്ന് എന്റെ മുന്നിൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ മനു ചോദിച്ചു, അപ്പൊ നീ വല്യപ്പച്ചന്റെ കയ്യിലെടുത്തും? സമാധാനപ്പെടാറൊന്നും ആയിട്ടില്ല. നമ്മുടെ പപ്പ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പട്ടാള മുറ തന്നെയാ. ഇനിയിപ്പൊ പപ്പയുടെ ബന്ധുക്കൾ, അതായത് വൈഫും മക്കളും ഒക്കെ ഇനി വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ ചവിട്ടി പുറത്താക്കും. അപ്പൊ മനു പറഞ്ഞു, ഏയ് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം നിന്റെ പപ്പയ്ക്ക് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാവാണ്ടൊക്കെ ഇരിക്കുവോ എന്നിങ്ങനെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അലീന ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ അറിയാണ്. അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ കൂടെ ഒരു പെൺകുട്ടി വന്ന് ഉണ്ടെന്നും മകൾ എന്ന സ്ഥാനം കൊടുത്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയും വരികയൊക്കെ ചെയ്യണു എന്നുള്ള കാര്യം നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയായ എൽസമ്മ അറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ എൽസമ്മ ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തിരക്കിയിട്ട് ഒരു കാര്യം ചെയ്യും. എൽസമ്മയുടെ ചേട്ടത്തിയെയും മൂത്ത മകളെയും കൂടെ പതുക്കെ സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് വിടുകയാണ്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കണം. അങ്ങനെ ആന്റപ്പൻ ചെന്ന് ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ എൽസമ്മയുടെ ചേട്ടത്തി റീത്താമ്മയും എൽസമ്മയുടെ മോൾ, അതായത് സ്റ്റാൻലിയുടെ മൂത്ത മകളായ നമ്മുടെ ടെൽസയും കൂടെ വന്നൊക്കെയാണ്. ആരാ ഇത്? റീത്താമ്മയോ? റീത്താമ്മയുടെ മുഖം കടന്തൽ കുത്തി കണക്കായിരുന്നു. ഇവിടെ ആരെയൊക്കെ കൊണ്ട് പാർപ്പിച്ചൊക്കെയാണെന്നൊക്കെ കേട്ടല്ലോ ആന്റപ്പ. സാബിന്റെ മോളോ? ഏത് മോള്? സ്റ്റാൻലിക്കാകെ 3 കുട്ടികളല്ലേ ഉള്ളൂ, ഇതേതാ പുതിയ അവതാരം? അതെ, സാബിന്റെ കല്യാണത്തിന് മുന്നേ ഏതോ ഒരു ഇതിൽ ഉണ്ടായ കുട്ടി. നാണോ ഇല്ലേ ആന്റപ്പ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറയാൻ? അതും ഈ പ്രായം തികഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്. നിനക്ക് നാണയില്ലേ ആന്റപ്പ എന്ന് പറഞ്ഞു ആന്റപ്പന്റെ പെക്കിട്ടം കയറണം. അത് കഴിഞ്ഞ് റീത്താമ്മയും ടെൽസയും കൂടെ നേരെ നമ്മുടെ അലീനയുടെ റൂമിൽ പോവേണ്. അലീന എവിടെയെന്നും ചോദിച്ചുകൊണ്ട് ചെന്ന് ആന്റപ്പ റൂം കാണിച്ചു കൊടുത്ത് അവിടെ ചെല്ലേണ്. അലീനയെ കണ്ടു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. അലീനയ്ക്ക് ഇത് ആരാ എന്താന്നൊന്നും മനസ്സിലായില്ല. അലീന ഒരു നിമിഷം ഇനിയിപ്പോ പപ്പയുടെ വൈഫോ മോളോ മറ്റോ ആണോ, പക്ഷെ ഒന്നും മിണ്ടിയില്ല കേട്ടോ അലീന. അവരും ഒന്നും അലീനയോട് മിണ്ടിയില്ല.
റീതാമ്മ നേരെ പോവാണ് സ്റ്റാൻലിയുടെ അടുത്ത്. എന്താണിത് സ്റ്റാൻലി, നാണയില്ലേ? എവിടെയോ കിടക്കണ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് മകൾ എന്ന പേരും കൊടുത്ത് ഇവിടെ താമസിപ്പിക്കണോ? ഇതൊക്കെ ശരിയായ കാര്യം തന്നെയാണോ? അപ്പൊ ചോദിച്ചു, നിങ്ങളിപ്പോ എന്തേ വന്നേന്ന് ചോദിച്ചു. അല്ല, ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി തന്നെ അറിഞ്ഞിട്ട് വന്നാണോന്ന് പറഞ്ഞു. അതെ, സത്യമാണ്, എന്റെ മകളാണ് അലീന. വേറെന്തെങ്കിലും അറിയാനുണ്ടോ? നിങ്ങൾക്ക് നാണായില്ലേ? നിങ്ങൾക്ക് 3 മക്കളുള്ള കാര്യം, പ്രായപൂർത്തിയായ മക്കളുള്ള കാര്യം നിങ്ങൾ മറന്നോന്ന് ചോദിച്ചു. എനിക്ക് മക്കളുണ്ട്, ഒരു മകളൂടെ ഉണ്ട്, അലീന എന്നാ പേര്. പിന്നെ അലീനയുടെ കാര്യം ചോദിച്ചു, മറ്റു കാര്യങ്ങളും തിരക്കി. നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. സ്വന്തം മകളായ ടെൽസ അടുത്ത് നിൽക്കുകയാണ്. ടെൽസയുടെ മുഖത്ത് നോക്കി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ സ്റ്റാൻലി. റീത്താമ്മയ്ക്ക് ആകെ വിഷമാവാണ്. എന്തൊരു സ്വഭാവം, ഒരു നാണവും ഇല്ല, അതിനനുസരിച്ച് ഒരു വിലയും ഇല്ല. സ്വയം വില കളയാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. എന്നിട്ട് റീത്താമ്മ അവിടെ നിന്ന് പിറുപിറുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ടോ. സ്റ്റാൻലി നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്ത് തന്നെയാണ് റീത്താമ്മ വരുന്നത്. അതിന്റെ പുറകെ ടെൽസയും പോകുന്നുണ്ട്. അപ്പൊ സ്റ്റാൻലി ഒന്ന് നോക്കുന്നുണ്ട്. വന്നവന്റെ ഇരട്ടി സ്പീഡിനാണ് തിരിച്ചു പോണത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ വൈഫ് എൽസമ്മയും കുടുംബവും ഒന്നടങ്കം കടന്തലുകൂട് പോലെ തന്നെ അലീനെ അറ്റാക്ക് ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി പുതിയ എപ്പിസോഡുകളിലാണ്. അപ്പൊ എന്തായാലും ആ സീനൊക്കെ നമുക്ക് വരും ഇതിലൂടെ കണ്ടു തന്നെ അറിയാം. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിയും കൂടെ ഒരു കുട ചൂടി അലീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ സപ്പോർട്ടോട് കൂടി അലീനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.